ओ गाइस, लगता है कि आप सब ठीक ही होंगे। गुड मॉर्निंग सबको। ये मेरे भाई है जो केरला से आए हुए हैं और कश्मीर के लिए जा रहे हैं। अल्लाह इनका सफ़र आसान करे, सभी दुआ करें। और ये हमारे बच्चे लोग हैं, ये हमारे बच्चे हैं छोटे से, इनसे मिलो। क्या नाम है बताओ? असद। क्या नाम है? हाथी। क्या नाम है? असद। नाम बताइए। मोहम्मद रिजवान। वाह वाह, कौन है भैया आप? खतरी हो क्या? और ये हमारे भाई की बाइक है, इससे सफ़र हो रहा है कश्मीर का। अभी एमपी में ठहरे हुए हैं। अब नेक्स्ट वीडियो के लिए आगे मिलते हैं। ഹായ് എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ ഇൻട്രോ ചെയ്തത് നമ്മളെ ഇവിടുത്തെ പള്ളിയിൽ നമുക്ക് അഭയം തന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇപ്പം മധ്യപ്രദേശിൽ ടിക്കറി പറഞ്ഞിട്ടുള്ളൊരു ചെറിയ സ്ഥലത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ട്. എത്ത് കിണ്ടിയോ? ഒന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ കടന്നുറങ്ങിയത് ഈ മദ്രസയിലാണ്. ഇന്നലെ രാത്രി പറഞ്ഞല്ലോ, ഇത് മദ്രസയാണ്, ഇത് പള്ളിയാണ്. അപ്പോൾ ഒത്തിരി ചെറിയ കൊച്ചു ഗ്രാമമാണ് കേട്ടോ, ചെറിയ ഗ്രാമം. അപ്പോൾ ഇവിടുത്തെ കുട്ടികളാണ് ഇതൊക്കെ. അതൊക്കെ തന്നെ സ്കൂളിൽ 10 മണിക്കൊക്കെ പോകും. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ആകെ ജാളിയൊക്കെ ടീംസാണ് കേട്ടോ. ഇവരെ ചെറിയ കുട്ടികളല്ല, അതിലൊരു മെയിൻ ആളാണ് ഈ ആൾ. ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ഇവരൊക്കെ എണീക്കാൻ 10 മണിയാവും 11 മണിയാവും എന്നൊക്കെ പറഞ്ഞു. 10 ബജെയോ സോയാ പൂരാ ആദ്മി. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളിഞ്ഞ് വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. അടുത്ത് നമുക്ക് ഇപ്പോൾ ഇൻഡോറിൻ്റെ തൊട്ടടുത്തുള്ളത്. ഇന്ന് ജയ്പൂർ എത്താൻ കഴിയും നോക്കണം. ജയ്പൂർ രാജസ്ഥാനാണ്. നമുക്ക് ജയ്പൂർക്ക് പോകണം. അതിനിടയിൽ അജ്മീർ പലതും കാണാനുണ്ട്. അജ്മീർ കഴിഞ്ഞിട്ടാണെന്ന് കറക്റ്റ് അറിയില്ല, നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നേരെ പോകട്ടെ നമുക്ക്. ഗായ്സ്, നമുക്ക് ഈ ഭയ്യ ചായ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ചായ, കോഫി, എന്താണ് സംഭവം? ചായ ചായ ചായ. I think you stay one more day here. Next Only day. one day. इधर इधर. He was telling me you are don't leave today. रिटर्न आएगा हम इधर. रिटर्न में रुकेंगे वो कह रहे। अरे मैं इनको कह रहा मांडव चले मांडव या मेसोल ले आने में आएंगे नहीं. देखते हैं जब देखेंगे. 1 मिनट बाद आएंगे. നമ്മളോട് ഇവിടുന്ന് പോകേണ്ട ഒരു സോടി നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിട്ടേൺ നാളെ വരാം. നാളല്ല, തിരിച്ചു വരുമ്പം നമുക്കിവിടെ വന്ന് പോകണം എന്നുള്ളത് ഉറപ്പ് കൊടുത്ത കഴിയുന്നു കേട്ടോ. നല്ല രാത്രി. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണം. അത് കാശ്മീരിൽ പോയി തിരിച്ചു വരുമ്പോൾ കേട്ടോ. നമ്മൾ ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന ബായിയാണിത്, അർബാജ് ഖാൻ. നമ്മൾ ചാറ്റ പറയണം. തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറും. റിട്ടേൺ ആയകാത്തോ ഇവർ ഷുവർ ആയക. ഇത് സൽമാൻ സുൽത്താനി, മിസ്റ്റർ സൽമാൻ സുൽത്താനി. वेरी चीप बाय. അപ്പോൾ നമ്മളെല്ലാവരും യാത്ര പറയാനുണ്ടോ. ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാവരോടും എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ക്യാമറ പിടിച്ചോ. कैप्चर him also. Little Don. Little Don. हाय टाटा टाटा. हाय कर दे. हाय हाय करना। हाय कर दो. सलाम कर दो. सलाम कर. सलाम करे ये सलाम कर दो. रिटर्न आया तो आएगा. ओके. थैंक्स. ഗായ്സ്, നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഒരുപാട് പോകുന്ന ഒരു 10-20 കിലോമീറ്റർ ഓടി നമ്മളൊരു പുഴ വക്കത്തെത്തി. പുഴ വലിയ ഒഴുക്കൊന്നുമില്ല. ഈ പുഴയിൽ ആകെ ഒഴുക്കുള്ള സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പുഴ മൊത്തം
വറ്റി കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഭാരതപ്പുഴൻ്റെ ഒക്കെ അതേ അവസ്ഥ തന്നെയാണ്. ഇത് സൈഡിൽ കൂടെ ഒക്കെ മാത്രം ഒരു തോടൊക്കെ പോലെ ഒഴിക്കുകയാണ്. പക്ഷെ അവിടെ നല്ല വെള്ളമുണ്ട്. പിന്നെ അവിടെ കുളിക്കാൻ കരുതി നിൽക്കുമ്പോഴാണ് ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, ബാഡ് സ്മെല്ലൊക്കെ ഉണ്ട്. ഇവിടെ പതഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ അറിയില്ല, കുളിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാട്ടോ. ഭൂമി കുലുങ്ങിയാട്ടോ പോകണം, ഭൂമി കുലുക്കിയൊക്കെ പോകണം. ജാതി സാധനങ്ങളാട്ടോ. ഇവിടെ ഫുള്ള് ട്രാക്ടറാട്ടോ. അവരൊക്കെ കൃഷി ചെയ്താണ് ജീവിക്കണം മുക്കാ ഭാഗം ആൾക്കാരും. ഇതേ പാട്ട് ഇട്ടിട്ടോ, നമുക്ക് വേണ്ടി പാട്ട് അവിടെ നിന്ന് ഇട്ട് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കുന്ന ഓൽക്കറിയാം. അപ്പോൾ കുളിക്കണോ തീരുമാനമായിട്ടില്ല കേട്ടോ. ഇവിടുന്ന് കുളിച്ചാൽ തിരുമ്പാളൊക്കെ തിരുമ്പും ചെയ്യാം. തിരുമ്പായി മാത്രമൊന്നുമില്ല, ആകെ ഡ്രസ്സുള്ളൂ തിരുമ്പാൻ. പിന്നെ കുളിക്കൽ നമ്മൾ വളരെ ആദ്യം ഒരു ദിവസത്തെ ഞാൻ കുളിച്ചിട്ടുള്ളൂ. ഒരു ദിവസം കൂടി കാണുമ്പോൾ 2 ദിവസം കുളിച്ചേക്കണേ. അപ്പോൾ കുളി നനയൊന്നും ഇല്ല അധികം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ആടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ചെക്കുണ്ട്. आपका नाम क्या है? प्रदीप. किधर है घर? किधर है? मैं എന്നൊക്കെ പറയാം. അവിടെ ആ കാട്ടിലൂടെ ആണ് കേട്ടോ. അപ്പോൾ अब कितनी क्लास स्कूल में कितनी क्लास में कितनी? हाँ स्कूल नहीं चाहिए, स्कूल नहीं चलेगा. स्कूल नहीं है. स्कूल हाँ मालूम नहीं. ബാലവാടി ഇല്ലല്ലോ. ഇന്ത്യയിലിപ്പോൾ എന്തോ ഒരു ചോർമ്മ ഉണ്ടായിരുന്നു. സ്കൂളിൽ എങ്ങനെ ചോദിക്കലെന്ന് പറഞ്ഞിട്ട് അടുത്ത ഏതെങ്കിലും കുട്ടീനെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് ജയ്പൂർ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം അജ്മീറൊക്കെ പോകുന്നുണ്ട്. അജ്മീറൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ മധ്യപ്രദേശ് തന്നെ ഇപ്പോൾ ഉള്ളത്. പോകുന്ന വഴിക്ക് അടിപൊളി ഫ്രെയിം ഉണ്ട്. ഞങ്ങൾ ക്യാമറയിൽ എജാതി ലുക്കാന്ന് അറിയാം. ഒരു നെൽപ്പാടാട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളി, നല്ല അങ്ങേ തല വരെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതേമാതിരി റോഡിൻ്റെ ഇപ്പുറത്തും ഇതേ കാണാം കേട്ടോ. ഫുള്ള് നെൽപ്പാടാട്ടോ. സംഭവം അടിപൊളിയാണ്, വേറെ ലെവലാട്ടോ. നല്ല രസമാണ് അത് കാണാൻ. പിന്നെ തണുപ്പ് ഇപ്പോഴും ഇവിടെ കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്. ഇതേ ഇവിടുത്തെ ഒരു സാധാ ബസ്, അതായത് പ്രൈവറ്റ് ബസ്. ഇവിടുത്തെ KSRTC നമ്മളധികം ഒന്നും കണ്ടിട്ടില്ല, കാരണം ഇവിടെ നമ്മൾ കയറിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ മാതിരി എല്ലാ ബൈക്കും ഇവിടെ കാണാൻ പറ്റില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ച എങ്ങനത്തെ ബൈക്കുകൾ വെച്ചാൽ ഇവിടെ എല്ലാം ഹീറോൻ്റെയും പിന്നെ സാധാ മഹീന്ദ്രൻ്റെ ബൈക്കൊക്കെ ഉണ്ടല്ലോ, സാധാ ബൈക്കുകൾ. ഇങ്ങനത്തെ സ്കൂട്ടികളൊക്കെ വളരെ കുറവാണ്. സ്കൂട്ടിയൊന്നും കാണാൻ തന്നെ കിട്ടില്ല. പിന്നെ അതായത് ബുള്ളറ്റ് കാണാൻ കിട്ടില്ല. പൾസറൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ കിട്ടുള്ളൂ കേട്ടോ. പൾസർ പിന്നെ ഒക്കെ പഴയ മോഡൽ വണ്ടികളാണ്. സ്പ്ലെൻഡർ, പിന്നെ പ്ലാറ്റിന, CT. ഈ വണ്ടി അതെന്ന് വെച്ചാൽ പഴയ അതാണ് വെക്ചർ ആട്ടോ. അല്ല CD ഡയലക്സ് ആട്ടോ. ഇതന്നെ സ്പ്ലെൻഡറിൻ്റെ ബാക്കി. പിന്നെ കാറൊക്കെ ഉണ്ട്, കാറും ലോറിയൊക്കെ ഉണ്ട്. അതൊക്കെ പൈസക്കാരുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണക്കാരെല്ലാവരും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഒരു ചെറിയ ചെക്കനെ കണ്ടില്ല, ചെറിയ വലിയ പ്രായമില്ലാത്ത ഒരാളാണ്. അതൊക്കെ കൃഷി ചെയ്തിട്ട് ജീവിക്കുന്നത്. കൃഷിയാണ് ഇവിടെ മെയിൻ. നമ്മുടെ നാട്ടിലെ മാതിരി. പിന്നെ ഇവരൊക്കെ പഠിപ്പ് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തിട്ടോ. സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെയാണ് പഠിപ്പ്. ആകെ 8ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ഒക്കെ ഉള്ളൂ പഠിപ്പൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പഴയ വണ്ടികളൊക്കെ ഇപ്പോഴും ഒരുപാടുണ്ട്. പിന്നെ സംഭവം നൈസാണ്. അങ്ങനെ പോണേ. നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടെങ്കിലും ഒറ്റൊന്നിൻ്റെ അടുത്ത് ഹെൽമെറ്റ് കണ്ടില്ല. അത് ശരി കേട്ടോ. ആരും ഇവിടെ ഹെൽമെറ്റ് പറഞ്ഞ സാധനം ഇവിടെ യൂസ് ചെയ്യണ തന്നെ ഏതെങ്കിലും സർക്കാർ ജോലിക്കാരോ അങ്ങനെ ഏതെങ്കിലും സർക്കാർ പോലീസുകാർ ഹെൽമെറ്റ് ഇടല്ലേ? ഇനി ഏത് സർക്കാർ? അതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇവിടെ ആർക്കും ഒരു പേടിയും ബേജാറില്ല കേട്ടോ. പോലീസുകാർ തന്നെ ഹെൽമെറ്റ് ഇടില്ല. ഒരു സ്വന്തം കാര്യം നോക്കി നടക്കണ, അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ നടക്കണം. നമ്പർ പ്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഇതാ. സാധാരണ ഗൾഫിലൊക്കെയാണ് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തത് പറഞ്ഞത്. മറ്റൊരു സവാരി പറഞ്ഞ ചാനലുള്ള ഒരാൾ അവിടെ നമ്മൾ എല്ലാവരും കണ്ടാവും. സവാരി യൂട്യൂബിലുള്ള ചാനലാണ്. ഒരു അമേരിക്കയിലുള്ള ചേട്ടൻ. മൂപ്പര വണ്ടിൻ്റെ പ്ലേറ്റ് സവാരി. യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേര് തന്നെ സവാരി നിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ ആണെങ്കിൽ മാലിക്ക് നെയ്താ, അല്ലെങ്കിൽ ദിനാറ് നെയ്താ, ഒക്കെ ചെയ്താ ഇഷ്ടമുള്ള മാതിരി കേട്ടോ. ചില സ്ഥലത്തിട്ട് എല്ലായിടത്തും പക്കയില്ല കേട്ടോ. ഒരു ഉള്ളേരിയുള്ള ആൾക്കാർക്ക്. പിന്നെ പോലീസുകാരൊന്നും പോലെ കുടിച്ചാൻ വേണ്ടി നടക്കണത് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കേട്ടോ. പോലീസുകാരൊക്കെ പക്കാണ്. നമ്മുടെ നാട്ടിലത്തെ മാതിരിയുള്ള പോലീസുകാർ സ്ട്രിക്റ്റും തേങ്ങയൊന്നുമില്ല. ഏതാ അതൊരാളെ ഹെൽമെറ്റൊക്കെ ഇട്ട് കേട്ടോ. എൻ്റെ വണ്ടിൻ്റെ മുകളിലൊക്കെ ആളാണ്. അജയൊക്കെ കാട്ടി. ഏതായാലും അങ്ങനെയൊക്കെ ഓരോ ടീംസ് കേട്ടോ. ഫുള്ള് കമ്പനി ആൾക്കാരാണ്. ഏതായാലും പച്ച പാങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ജാടറ സാധനം തീരല്ല. അപ്പോൾ മൂപ്പരും കൈകാട്ടി. ഇവിടെ ഒക്കെ കമ്പനിയാണ്. ഒന്ന് കൈകാട്ടിയാൽ പിന്നെ ചങ്കും ചങ്സുമായി. അത്രേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് നേരെ വെച്ച് പിടിക്കാം കേട്ടോ. കാശ്മീർക്ക് എത്താൻ കുറച്ചുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഹാഫ് കയറി പറഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടക കഴിഞ്ഞു, MH കഴിഞ്ഞു, MP എത്തി. ഇന്നിപ്പോൾ 7ാമത്തെ ദിവസമാണ് കേട്ടോ MP എത്തിയിട്ട്. MP-ന്ന് ഇനി രാജസ്ഥാനിക്ക് അധികം ദൂരമൊന്നുമില്ല. രാജസ്ഥാനിന് ഹരിയാനക്കൊക്കെ നല്ല ലോങ് ഉണ്ട്, ഹരിയാനയിൽ നിന്ന് പഞ്ചാബൊക്കെ നല്ല ലോങ് ഉണ്ടോ. അപ്പോൾ ഇനിയും ഒരു ഏയ്സൊക്കെ പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഏതായാലും വെച്ച് പിടിക്കാം കേട്ടോ. ഒരു റോഡ് മിന്നിച്ചാലോ. നമ്മളങ്ങനെ പോകുന്ന വഴിക്കൊരു പേരക്കാത്തോട്ടം കണ്ടു കേട്ടോ. ഇത് യജാതി സൈസ് ഓരോ നമ്മളെ പേരക്കൻ്റെ വലുപ്പം നോക്കി നിങ്ങൾ. മുട്ടൻ സാധനം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേ കിടന്ന ചുറുക്കിൽ. ഇത് അത്ര സൈസ് ഇല്ലാത്ത സംഭവമാണിത്. അപ്പോൾ പിന്നെ വേറെ സാധനമുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള സാധനം തന്നെയാണ്, പക്ഷെ ഇവിടെ കളർ കുറച്ച് മാറ്റമുണ്ട്. സാധാരണ ഭയങ്കരമല്ല, ഇത് തിന്നിട്ടില്ല, കുരുവൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ സംഭവമാണത്. ജാതിക്കല്ല, തിന്നിട്ടില്ല. നല്ല കടും പച്ച സാധനക്കാരെ നമ്മുടെ നാട്ടിൽ. ये कितना दीदी? 50 रुपये किलो. ये कितना है किलो? 50 रुपये किलो. ये 80 रुपये किलो. 80. ये 80 रुपया. ഇതൊക്കെ 50 रुपये കിലോന്. ആ സാധനം 50 रुपये കിലോന്. അപ്പോൾ നമുക്ക് അത് കുറച്ച് 1/2 കിലോ വാങ്ങിയാലോ? അത്യാവശ്യം ഉണ്ടാവും. ഓ ½ kg चाहिए वो സംഭവം. നമ്മളങ്ങനെ വില തോട്ടത്തേക്ക് ഇറങ്ങിയിട്ടോ, അവരോട് പെർമിഷൻ ചോദിച്ചിട്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. നമ്മുടെ നാട്ടിൽ ചെനച്ചതാണെന്ന് അറിയാമല്ലോ. ചെനച്ചല്ല, എന്താ പറയുക, ചെനക്കാത്ത ഭയങ്കര ടൈറ്റുള്ള സാധനം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പൗത്തത് കാണിച്ചിട്ടാണ് വലിയ സൈസ് ഉള്ളത്. പിന്നെ നല്ല പൗത്ത് കൊഴിഞ്ഞാടി ഇതൊക്കെ ഉണ്ട്. തായമ്പടം മാങ്ങയും കൊഴിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങമരം ഒന്നും ആയിട്ടില്ല. നോക്കി ചെറിയ മരം കേട്ടോ. ഇത് നാരങ്ങ കേട്ടത്. നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങ അല്ലത്, വേറെന്തോ നാരങ്ങയാണ്. ഞാനത് ആദ്യം കണ്ടപ്പോൾ പേരക്കയെന്ന് കരുതി. ഫുള്ള് സംഭവം കേട്ടോ. മാംഗോ ട്രീ, പേരക്ക ട്രീ, സപ്പോട്ട ട്രീ, അത് ശരി, എല്ലാം ഉണ്ട് കേട്ടോ. ഓറഞ്ച് ട്രീ. ഇത് സപ്പോട്ട കേട്ടോ. സപ്പോട്ടൊക്കെ പോത്ത് വരുന്നുള്ളൂ, സീസൺ ആണുള്ളൂ. പേരക്ക ട്രീ. ആ പേരക്ക ഉപയോഗിച്ച് മസാല അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. मैम डिलीवरी वो ही है, फ्लिपकार्ट का. अच्छा, हाँ आप डिलीवरी का? हाँ, मैं डिलीवरी प्राइवेट लिमिटेड में काम करता हूँ. हाँ तो उसमें क्या है कि सब कंपनी के पार्सल आ जाते हैं वैसे. हाँ, फ्लिपकार्ट का आया, अमेजोन का आया, सबका आ जाएगा. अगर पर्सनली पहुँचाना होगा तो वो कितना है एक पीस डिलीवरी करने को? कितना मिलेगा आपको एक डिलीवरी का? हाँ नहीं, अपना मतलब यूँ तो 12 रुपये मिलता है. बाकी मैं सैलरी से हूँ तो मेरे को सैलरी मिलता है. सैलरी है. हाँ, कमीशन नहीं है. कमीशन अगर अपन अपना प्रोडक्टिविटी दिन का अचीव कर लेंगे हाँ. तो उसके बाद में मिलेगा. हाँ ओके. क्या नाम है आप दोनों का? क्या है नाम क्या आप दोनों का? मेरा का नजीब ओ इब्राहिम. मेरे को इधर जाना है. ओके ठीक है, ओके और बढ़िया बढ़िया. कब तक पहुँच जाऊँगी? कितने दिन का प्लान है? अभी 15 दिन का प्लान है और उधर जाने के लिए 15 दिन का. अभी 7 दिन होगा. अच्छा, बाकी 7 दिन है उधर आने के. ये इंस्टा ID है. ID मल्लू यूट्यूब. हाँ यूट्यूब यूट्यूब पे कितना सब्सक्राइबर है? कम ही है तो नया चैनल है. 3000. 3000 बढ़िया है ना. 3000 की छोटी बात नहीं है. स्टार्टिंग को वो ज़्यादा पहले स्टार्ट किया ग्रुप चैनल पहले. क्या पेट्रोल के लिए? पेट्रोल है. इधर तो अभी एरिया ठीक लगेगा, बाद में दिक्कत आएगी. इधर एरिया हाँ, ये तो बढ़िया है. पेट्रोल की समस्या यहाँ तो कोई खास है ही नहीं. इधर मुश्किल नहीं है. वो कर्नाटका में 1 लीटर को 100 रुपये है. वो टाइम में वो अभी फिल कराएगा बात. और कश्मीर को टाइम वो चाहिए. अभी मुश्किल नहीं है, अभी पूरा जगह में पेट्रोल पंप है. तो आप जैसे ऑडियंस है आपकी, तो उससे बात हिंदी में करते हो कि इंग्लिश में करते हो? क्या अभी हमारा लोकल लैंग्वेज मलयालम में करता हूँ. और केरला व्यूअर्स. तो आपकी ऑडियंस फिर वो ज़्यादा करके वही बनेगी.
हिंदी आती हो तो अच्छा है ज़्यादा। हाँ, अगर आपको एक हिंदी या फिर इंग्लिश में भी अगर सूटेबल हो जाओ इंग्लिश तो आपकी ऑडियंस बढ़ जाएगी उससे। देखेंगे आज शाम को, सब्सक्राइब करेंगे आपकी वीडियो देखेंगे, है ना। ओके थैंक यू, अच्छा लगा यार तुमसे मिलके। धन्यवाद। ठीक है भाई, अपनी വീഡിയോ ഫോട്ടോ ആയതാ ഗൈസ്. ഒരു മാസമായിട്ട് ഇവിടുന്ന് കർണാടകയിൽ നിന്ന് പോകുന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. കർണാടകയിൽ നിന്ന് നടന്നിട്ട് ബെൽഗാവി, കർണാടകയിൽ ബെൽഗാവിൽ നിന്ന് അജ്മീർക്ക് നടക്കുകയാണ് കേട്ടോ. മോനെ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളൊക്കെ വെറും ഒന്നുമില്ല കേട്ടോ, നമ്മൾ വണ്ടിമേലാണ്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഇൻഫർമേഷൻ? क्या इंफॉर्मेशन चाहिए? हाँ तो हम कर्नाटक बेलगाम से निकले हुए हैं अजमेर शरीफ को चलते हुए। आज को हमको 29 दिन हो गए हम इधर तक पहुँचे हैं। तो इंशाल्लाह अब इधर से 400 किलोमीटर बचा है, तो 10-12 दिन में जाएंगे। और हम कर्नाटक से निकलते हुए अजमेर जाने का तय किए थे, तो हमको उधर से मंदिर, मस्जिद, दरगाह, बाद में गुरुद्वारा, चर्च किधर किधर मिला है उनको सबको हम दर्शन देते हुए निकल रहे हैं। वो अजमेर में क्यों जाएगा? हम ख्वाजा गरीब नवाज के दरगाह पे जा रहे हैं। ഗായ്സ്, അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് പെട്രോൾ പമ്പിൽ സ്റ്റേ നിൽക്കാനാ? नहीं मस्जिद, दरगाह, मंदिर। മന്ദിർ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവർ രാത്രി കിടന്നുറങ്ങില്ല കേട്ടോ. നമ്മളെ മാതിരി പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങാറില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ താങ്ക് യു. ബെൽഗാവി ടു അജ്മീർ. സമോസ ഗായ്സ്, ഒടുക്കത്തെ കട്ടിയുണ്ടാവും. അതുകൊണ്ട് നമ്മളെ നൈസ് എന്നിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ മസാല വാട്ട് ഈസ് ദിസ് മസാല? मसाला ചെറിയ ജീരകം, പിന്നെ മൈദ ചെറിയ ജീരകം. ഇത് പൊട്ടാറ്റോ, ആലു പൊട്ടാറ്റോ. केरला देखा ना? केरला आया पहले? केरला देखा मैंने। पागल बच्चे, ये हमारा आजाद जिम्मेवारी हम मदरसे में पढ़ते हैं। ये जिम्मेवारी പൊട്ടിത്തെറുപ്പുണ്ടോ എഴുതിപ്പിച്ചാണ് നമ്മുടെ ചാനലിന്റെ. പൊട്ടിത്തെറുപ്പിന് കയ്യും കാലം വെച്ചിട്ടില്ല. हम जिन what is your name? My name is Mohammed Hassan. I am fine. Thanks. Yes. Wrong. House mom is very scary. നമ്മളെ പള്ളിയിലത്തെ ഉസ്താദ് നമുക്ക് കാന തന്നിരിക്കട്ടോ, ഫുഡ് തന്നിരിക്കട്ടോ. ഫുഡ് കാണിച്ചു കൊടുക്കാം. ചപ്പാത്തി, ഒരു ലോഡ് ചപ്പാത്തി ഉണ്ട്. എന്നാൽ മാത്രം മതി വെള്ളം അറിയാൻ. പിന്നെ അത് ചീരയാണ് കേട്ടോ, ചീര ബേത്തി എന്ന് പറയും ഹിന്ദിയിൽ, ബേത്തി. പിന്നെ ഉപ്പുണ്ട്, ഹിന്ദിയിൽ നമുക്ക് എന്നല്ല പറയാം, നമുക്കല്ല നമുക്ക്. അപ്പോൾ ഫുഡ് കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം കേട്ടോ. അപ്പോൾ നാളെ കാണാവേ. ഗായ്സ്, നമ്മളങ്ങനെ ഒരു പള്ളിയിൽ കയറി കേട്ടോ. ഒരു പള്ളി പറഞ്ഞാൽ ഇത് ഈ കാണുന്നതാണ് പള്ളി. ഇവിടെ ഒരുപാട് ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ आपका नाम बोलिए? आजाद. मोहम्मद अरबाज. मोहम्मद हसन. क्या है? मोहम्मद हसन. ओके. मोहम्मद अल्फेज. मोहम्मद तौफीर रजा। मोहम्मद तौफीर. मोहम्मद अयाना तारिक. जी, तारिक। यूपी, फ्रॉम यूपी. हम भी यूपी. आपका नाम? मोहम्मद അംജദ് റസാഖ്. അച്ഛാ, അപ്പോൾ നമ്മളിവിടുത്തെ മൗലവിയോട്, അവിടുത്തെ ഇമാമിനോട് നമ്മളോട് അവിടെ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇത് കേട്ടോ, ഈ കാണുന്ന മദ്രസിൻ്റെ അവിടെ, ഇത് പള്ളിയാണ്. ഈ കാണുന്ന പള്ളി ഇത് അത് മദ്രസയും കൂടിയാണ്. അവിടെ ഒരു റൂമാണ്. അപ്പോൾ ആ തലത്തിലെ റൂമിൽ ഓഫീസാണ്. ഓഫീസിൽ നമുക്ക് റൂം സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അവിടെ കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ
നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അവരൊക്കെ നാളെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കണം, നാളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ പള്ളിയിലെയും ഓരോ പല കുട്ടികളുടെ ഫോട്ടോ ഒക്കെ നാളെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കയറി വാച്ച് ചെയ്യാം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.